സോ ഗീസ് അങ്ങനെ ഞാനാണെങ്കിൽ വിചാരിച്ചു എനിക്കായിട്ട് വേണ്ടി ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ ഈ ബീച്ച് സൈഡിലായിട്ട് ഒരു റിസോർട്ട് സെയിലായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഗീസ്. എന്തായാലും ഞാനും എൻ്റെ ചെക്കനെയും കൂട്ടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. സുഹൃത്തുക്കളെ, എന്തായാലും നമ്മുടെ KL ബോയ് ഉറപ്പായിട്ടും ഈ ഒരു റിസോർട്ട് ഇന്ന് മേടിക്കും. ഒരു കിടിലം പോലത്തെ റിസോർട്ടാണ്. ഞാൻ നേരത്തെ പോയി കണ്ടതാ. ഞാനാ ഇപ്പം ഇവനെ വിളിച്ചോണ്ട് പോകുന്നത്. കാരണം ഇവന് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന കാരണം ഇവനും വിചാരിച്ചു അത് മേടിക്കണമെന്ന്. ഇവൻ്റെ കയ്യിലാണെങ്കിൽ നിറച്ച് പൈസയൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അത് കാരണം ഞാൻ മേടിക്കത്തില്ല. ഇവൻ മേടിച്ചാൽ ഞാൻ മേടിച്ച പോലെ ആണല്ലോ. നീ പറഞ്ഞ ശരിയാ. എന്തായാലും എൻ്റെ വീട്ടിൽ തന്നെ അല്ലേടാ നീയും കിടക്കുന്നേ. നീ വലിഞ്ഞേറി വന്നവനല്ലേ. എത്ര നാളായി എൻ്റെ വീട്ടിൽ തിന്നും മുടിച്ചും ഒക്കെ നിൽക്കുന്നത്. എന്തായാലും നീ അവിടെ തന്നെ നിന്നോ. അല്ല അതിപ്പം ഞാൻ എന്നാ ചെയ്യാനാ? നിന്നെ പുറത്താക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. പിന്നെ 24 മണിക്കൂർ നീ ഉറക്കം തന്നെയല്ലേ. ഫുഡും എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന ഞാനല്ലേടാ. എന്നിട്ട് നീ എന്നെ തന്നെ നീ ഇങ്ങനെ പറയാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നീ അത് വിട്. എന്തായാലും നമ്മുടെ സ്ഥലം എത്താറായി. അപ്പം ഈ ഇവിടെ ആയിട്ടാണ് നമ്മൾ ആ റിസോർട്ട് നോക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ റിസോർട്ട് പോയി ഒന്ന് കണ്ടു നോക്കാം. അവിടെ ആയിട്ട് പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ചെന്ന് നോക്കി കണ്ടു കഴിഞ്ഞേ അത് മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും അവിടുത്തെ ഓണറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചോട്ടുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ അത് തുറന്നിട്ടേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. ശരിയാ ഗൈസ്, ഇവൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റിസോർട്ടാണ്. നിങ്ങൾക്ക് തന്നെ സൈഡിൽ കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല റിസോർട്ടാ. എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ മേളിൽ കയറ്റി ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ ഈ ഒരു റിസോർട്ടിലാണെങ്കിൽ നല്ല രീതിക്കുണ്ട്. കണ്ടിട്ട് ഈ വണ്ടി കയറുമെന്ന് തോന്നുന്നില്ല കേട്ടാ. എടാ നമ്മുടെ BM ഇവിടെ ഇടാൻ പറ്റുമായിരിക്കുമോ? നമ്മുടെ ഈ വണ്ടി മാത്രമേ ചിലപ്പോൾ കയറാതുള്ളായിരിക്കുമല്ലോ. നമ്മുടെ BM ഇവിടെ ഇടാൻ പറ്റുമായിരിക്കുമോ? BM കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഈ വണ്ടി മോഡിഫൈ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അത് കാരണമായിരിക്കും കയറാത്തത്. എന്തായാലും നമ്മുടെ BM ഉറപ്പായിട്ടും കയറി കിടക്കും, നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. ഈ റിസോർട്ട് മേടിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ BM ഇടാനായിട്ടും. ഓ, നീ കൂടുതലിട്ട് എന്നെ സൂചിപ്പിക്കല്ലേ. നിനക്ക് ഈ റിസോർട്ട് മേടിക്കണം ഞാൻ എന്തായാലും. അപ്പൊ എന്തായാലും നിനക്ക് വേണ്ടിയായാലും ഞാൻ ഈ റിസോർട്ട് മേടിക്കും ഉറപ്പായിട്ടും. നന്ദനെപ്പോൾ ആരുമില്ലേ இந்த ഭൂമിയിലെ. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇത്. നീ ദയവായി ഇതൊന്ന് മേടിക്ക്. എനിക്കും അതാകുമ്പം ഇങ്ങനെ റിസോർട്ടിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ആ വലിയ വീട്ടിലാണെങ്കിൽ കൂടി എനിക്കാണെങ്കിൽ റിസോർട്ടിൽ വന്ന് നിൽക്കാനായിട്ട് വലിയ ആഗ്രഹമാണ്. നമ്മുടെ ബീച്ച് സൈഡൊക്കെ കാണാം, കടലിലൊക്കെ പോയി കാലൊക്കെ കഴുകാം. അത് നീ പറഞ്ഞ ശരിയാടാ. എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ ബീച്ച് സൈഡിൽ ഒരു റിസോർട്ടൊക്കെ മേടിക്കണമെന്ന്. എന്തായാലും അയാൾ പറഞ്ഞ റേറ്റിന് ഈ ഒരു റിസോർട്ട് വർത്താൻ തോന്നുന്നു. എന്തായാലും ഞാൻ പോയി ആ സൈഡിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നീ ആണെങ്കിൽ ഇവിടെ നിൽക്കി. അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അത്യാവശ്യം നല്ലൊരു റിസോർട്ട് തന്നെയാണ് ഗെയ്സ് ഇത്. എന്തായാലും ഞാനാണെങ്കിൽ ഇതിൻ്റെ മണ്ടക്കോട്ട് കയറുന്നുണ്ട്. ഓരോ സെക്ഷനായിട്ടാണെന്ന് തോന്നുന്നു ഗെയ്സ്. ഈ ഭാഗം എല്ലാമല്ല നമ്മൾ മേടിക്കാനായിട്ട് പോകുന്നത്, ഈ ഒരു സെക്ഷൻ മാത്രമാണ്. ഇപ്പോഴാണെങ്കിൽ അകത്തൊക്കെ ലോക്ക് ചെയ്തിരിക്കണം, വെളിയിലായിട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറ സൈഡിൽ നമുക്ക് നോക്കാം ഗെയ്സ്. എന്തായാലും നമ്മളിത് കൺഫേം ആയിട്ട് മേടിക്കാനായിട്ട് പോവാണ്. എന്തായാലും അവനും വേണം. അവനാണെങ്കിൽ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ ഇത് മേടിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളിത് മേടിക്കും. എന്തായാലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ കൂട്ടുകാരെ, ഞാനും KL ബോയും ഒക്കെ നമ്മുടെ ആ ഒരു റിസോർട്ട് അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അന്നാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നോക്കിയിട്ട് പോയായിരുന്നു, പക്ഷേ അന്ന് മേടിക്കാനായിട്ട് പറ്റിയില്ല. അത് കാരണം ഇന്ന് ഞാൻ KL ബോയിനെ കൊണ്ട് ഇത് മേടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അവനാണെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീടിൻ്റെയും അതുപോലെ തന്നെ അവൻ്റെ BMൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അടുത്ത് ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീടല്ല, ഈ ഒരു റിസോർട്ട് നമ്മുടെ KL ബോയ് ഇപ്പം മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇനി മുതൽ ഇതിൻ്റെ അകത്താണ് താമസിക്കാനായിട്ട് പോകുന്നത്. അവൻ കുറേയധികം പേരെ വിളിച്ചിട്ടുണ്ട് കേസ്. നമ്മുടെ വീടിൻ്റെ പാലുകാച്ചലൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ KL ബോയുടെ ഹൗസിൻ്റെ പാലുകാച്ചലാണ് ഇന്ന്. അത് കാരണം തന്നെ എല്ലാ കൂട്ടുകാരും ഇപ്പൊ വരും കേസ്. എല്ലാം നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവരെയും കാണാനായിട്ട് പറ്റും. അപ്പോൾ കേസ് എന്തായാലും ഫൈനലി നമ്മൾ അങ്ങനെ ആ ഒരു വീട് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ താക്കോല് തരൽ ചടങ്ങ് കൂടെ ഉണ്ട്. അതിനു മുമ്പ് കുറേ അതിഥികൾ ഇനി വരാനായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെളിയിൽ കുറച്ച് കാറൊക്കെ വന്ന് കിടപ്പുണ്ടാ. എല്ലാരും നിന്റെ വീട്ടിലോട്ട് കയറാൻ നോക്കുവാ. നീ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിക്കേ. അപ്പൊ കേസ് അങ്ങനെയാണെങ്കിൽ ഫൈനലി എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു ബ്രോ നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോയുടെ ആ വണ്ടി കയറുന്നില്ല. ചില വണ്ടിക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് കേസ് എൻ്റെ വീട്ടിലോട്ട്. എന്തായാലും വേറൊരു
ബ്രോ ആണെങ്കിൽ പുറകെ വേറൊരു വണ്ടിയായിട്ട് നിപ്പുണ്ട്. എന്തായാലും ഇവർ കയറ്റോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. ഈ വണ്ടി കയറാൻ കുറച്ച് പാടാണെന്നാ തോന്നുന്നേ. അയ്യോ, എങ്ങനെയൊക്കെയോ ആ പുള്ളി കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ പിന്നെയും താഴോട്ട് തന്നെ വീട് പോകുന്നുണ്ട്. നമുക്ക് ആ സൈഡിലായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കൈവരി കണക്ക് വെച്ചാലോടാ, അതാകുമ്പം ആരുടെയും വണ്ടി താഴത്തോട്ട് വീഴത്തില്ലല്ലോ. അത് നീ പറഞ്ഞ ശരിയാടാ. എന്തായാലും നമ്മളിത് തടി വെച്ചല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ പോകത്തില്ല. നമുക്കിത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഒരു സിമെന്റ് പോലത്തെ ഒരു വീടാക്കി എടുക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ സൈഡിലായിട്ട് ആ കൈവരിയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണമല്ലോ. എന്തായാലും എല്ലാ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വന്നാൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണ്ടേ. അങ്ങനെ ഈ സ്കെയിൽ ബോയ് ആണെങ്കിൽ അവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രോ ആണെങ്കിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്കും ഇനി ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ ഇന്ന് ഞാൻ മേടിച്ചതാണ്. എന്തായാലും സോറിയൊക്കെ പറയുന്നുണ്ട് കേൽ ബോയ്. എന്താണെന്ന് അറിയത്തില്ല. ഈ എന്തോ കാര്യമായിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കേൽ ബോയ് സോറി പറയണമെങ്കിൽ എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും പുള്ളിക്കാരനാണെങ്കിൽ എന്തോ ഒരു കാര്യം പറഞ്ഞു. ഈ കാര്യം പറഞ്ഞെന്തോന്ന് ഞാൻ കണ്ടില്ല. എടാ എന്തോ കാര്യമൊന്നും അല്ലടാ പറഞ്ഞ്. നേരത്തെ ആണെങ്കിലേ ഞാനാണെങ്കിൽ ഇവരെല്ലാം വിളിച്ചിട്ട് ഞാൻ ഗെയിമിൽ നിന്ന് ബാക്കായി പോയിടാം. അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഒന്നും ഇവരോട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കാരണം ഞാൻ സോറി പറഞ്ഞതാ, അറിയാതെ ബാക്ക് പോയതാ. ഇത്രയും പേരൊക്കെ വരുമ്പോൾ ലാഗായി തന്നെ ബാക്ക് പോകുന്നത്. സത്യത്തിൽ എല്ലാ കൂട്ടുകാർക്കും ആ ഒരു പ്രശ്നമുണ്ട് അല്ലേ ഗീസ്? നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ 20 പേര് കൂടുതൽ കയറുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഗെയിം ലാഗായിട്ട് ഡയറക്റ്റ് നമ്മുടെ ഗെയിം ബാക്ക് ആവും. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഗീസ് പാലുകാച്ചൽ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞേ നടത്തുന്നുള്ളൂ. കാരണം ഇതിന്റെ ഓണർ കൊണ്ടുവന്ന് നമ്മളെ താക്കോല് നമ്മുടെ ഈ തരണം. നമ്മൾ പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി എടുത്ത് അപ്പുറത്തേക്കൊക്കെ പോവാണ്. ഇവിടെ ആയിട്ടൊരു നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും നമുക്ക് ആ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് പോയി കണ്ടു നോക്കാം. എടാ ഇവിടെ ആയിട്ട് വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. നീ ഇതെപ്പോ എങ്ങനെ കണ്ടുപിടിച്ചു? എടാ അതെ, അന്നാ അയാൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴേ താക്കോലിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അതുപോലെ തന്നെ 2 പ്രതിമകളൊക്കെ ഇരിപ്പുണ്ടെന്ന്. ഇവിടെ ആയിട്ട് നിനക്ക് കാണാമല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഗീസ്? 2 പ്രതിമകളൊക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു റിസോർട്ടിലാണെങ്കിൽ ഇതെല്ലാം സെറ്റാണ്. ഇതൊന്നും കൊള്ളത്തില്ല. നീ ആ വെള്ളച്ചാട്ടം എവിടെയാന്ന് കാണിച്ചേ. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഞാനാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കടലുണ്ട്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സെറ്റല്ലേ, ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ പറയാം അല്ലേ? അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും പച്ചപ്പൊക്കെയാണ്, ആ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നീ ആ വെള്ളച്ചാട്ടം നോക്കിക്കേ, നമ്മുടെ സൈഡിലായിട്ട് നിനക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ന രസമല്ലേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാ വെള്ളച്ചാട്ടം ഒക്കെ കാണുന്നത്. നമ്മൾ രണ്ടും ആ സിറ്റിയിലല്ലായിരുന്നു. ആ സിറ്റിയിൽ എവിടെയാ വെള്ളച്ചാട്ടം ഉള്ളത്? കുറെ ഓടകൾ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ ആക്കുന്ന കുറേയധികം ഫാക്ടറീസ് ഉണ്ട്. അത് കാരണം വെള്ളം ഫുള്ള് ഒരുമാതിരി കറുത്ത കളറിൽ അവിടെ ഇരിക്കുന്നത്. ഒരു തെളിഞ്ഞ വെള്ളമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാ കാണാം. എടാ അതിപ്പോ നമ്മുടെ സിറ്റി മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും പൊല്യൂഷൻ തന്നെ. എല്ലാ വെള്ളവും മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമോ. ഇപ്പോഴാണെങ്കിൽ കുറേയധികം ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. അത് കാരണമാണ് ഈ പ്രശ്നമൊക്കെ നമ്മുടെ പ്രകൃതി ഇന്ന് നേരിട്ടോണ്ടിരിക്കുന്നത്. മലിനീകരിക്കപ്പെട്ടോണ്ടിരിക്കും. എന്ത് ചെയ്യാനാണെന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ സാമാനമൊക്കെ തന്നെയല്ലേ നമ്മൾ മേടിച്ച് കുടിക്കുന്നതും. നമ്മളാണെങ്കിൽ ദാഹിച്ച് വളഞ്ഞു വരുമ്പോ നമ്മളൊരു കൊക്കക്കോള എടുത്ത് മേടിച്ച് വെക്കുന്നേ. മേലായിട്ട് കൊക്കക്കോള ഇരിക്കുന്നതാണ്. ഞാൻ കണ്ട് ഇവിടെയും കൊക്കക്കോളയൊക്കെയാ. ഇതിന്റെ ഫാക്ടറിയൊക്കെ കാരണം ഇങ്ങനെ വെള്ളം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.